ഇന്നത്തെ വീഡിയോ ചിലപ്പോൾ ഒരു പ്രത്യേകതരം വീഡിയോ ആയിട്ട് തോന്നാം ചില ആളുകൾക്ക്. അപ്പോൾ ഇത് ഞാൻ അന്നേ ദിവസം ഉച്ചയ്ക്ക് കഴിച്ച ഫുഡാണ്. പക്ഷേ ഇതൊരു റെസ്റ്റോറൻറ്റിൽ നിന്നൊന്നും അല്ല കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 6:45 ഒന്ന് കോഴിക്കോടേക്ക് വെച്ച് പിടിച്ച്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ രണ്ടാളുകൾ വേറെയുണ്ട്. നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്നൊന്നും കഴിക്കാണ്ട് ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയത് കോഴിക്കോട് കാരന്തൂറുള്ള ചന്ദ്രേട്ടൻ്റെ ചായക്കടയിലാണ്. ഈ സ്പോട്ടിനെ പറ്റി ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്, വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇവിടെ കയറിയില്ല കേട്ടോ. നിഷാദ്ക്കാക്ക് പിന്നെ കോഴിക്കോടുള്ള എല്ലാ സ്പോട്ടിലും വൻ പിടിപാടാണ്. അങ്ങനെ മൂപ്പര് പറഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് പോയി. ഇതാണ് ചന്ദ്രേട്ടൻ്റെ ചായക്കടയിലെ ഒറോട്ടി അഥവാ പത്തിരി. നല്ല മണ്ണിൻ്റെ ചട്ടിയിൽ വിറകടുപ്പിൽ ചുട്ടെടുക്കുന്ന ഒരു ഐറ്റം. പിന്നെ വിറകടുപ്പ് തന്നെ ഉണ്ടാക്കുന്ന മീൻ പൊരിച്ചുണ്ട് ഒരു സൈഡിൽ, പൊരിച്ച പത്തിരിയുണ്ട്, പിന്നെ ഉഴുന്നുവടയുണ്ട്, പിന്നെ കപ്പപ്പുഴുക്കുണ്ട്. ഈ ഉള്ളിലിടുന്ന വെള്ള കളറുള്ള ബനിയനെ ഇട്ടിട്ട് നിൽക്കുന്ന ഈ കരുത്തനായ മനുഷ്യൻ്റെ പേരാണ് ചന്ദ്രേട്ടൻ. ഇത് ഇവിടുത്തെ ചായ ഉണ്ടാക്കുന്ന അടുപ്പാണേ. രാവിലെ തന്നെ ഇവിടെ മരണത്തിരക്കാ, ഇരിക്കാനൊന്നൊരു സ്ഥലം പോലും ഇല്ല. പിന്നെ നിഷാദ് ഖാൻ്റെ പിടിപാട് വെച്ചിട്ട് എങ്ങനെയല്ലോ ഒരു 3 സീറ്റ് കിട്ടി. അപ്പാടനെ വേഗം കൈയെല്ലാം കഴുകി ഇരുന്ന് വാഴയില വെച്ച് അതിൻ്റെ അകത്ത് കപ്പപ്പുഴുക്ക് വിളമ്പി, അതിൻ്റെ മേലെ ലേശം മീൻ മുളകിട്ടത് വെച്ച്, ചുട്ടൊറോട്ടി വെച്ച്, പൊരിച്ച പത്തിരി വെച്ച്, പിന്നെ ഉഴുന്നുവടിയും വെച്ച്, എല്ലാത്തിൻ്റെയും സൈഡിലായിട്ട് ഒരയക്കൂറ പൊരിച്ചതു. ഈ കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ തൊട്ട് വിളിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ നോക്കുന്നേ ഇല്ല. ആദ്യം വിളിച്ചതെന്ന് ഇപ്പോൾ എനക്ക് മനസ്സിലായിട്ടില്ല. അപ്പം ഞാൻ മെല്ലെ പിന്നെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി. ആദ്യം അയക്കൂറ പൊരിച്ചെന്നൊരു പീസ് എടുത്തിട്ട് കഴിച്ചത്. മീൻ ഫ്രഷ് ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട, സെറ്റാണ്. എന്നിട്ട് പിന്നെ ആദ്യമായിട്ട് ഞാൻ ഉഴുന്നുവട ഈ ഒരു രീതിയിൽ കഴിച്ച്. ഉഴുന്നുവടയും കപ്പയും പിന്നെ മീൻ മുളകിട്ടതും ചേർത്തിട്ട്. ഉഴുന്നുവട എനിക്ക് അത്ര ഭയങ്കരമായിട്ടൊന്നും തോന്നിയില്ല, ഒരു സാധാരണ, എന്നാൽ തീരെ മോശമല്ലേ. പിന്നെ ഞാൻ പതുക്കെ ഈ പൊരിച്ച പത്തിരിയിൽ കൈവച്ച് അതും പിന്നെ കപ്പ പുഴുക്കും മീൻ മുളകിട്ടതും കൂടെ ചേർത്തിട്ടാണ് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഒരു കഷ്ണം അയക്കൂറിയും വെച്ചിട്ടാണ് കഴിച്ചാൽ ആ പൊരിച്ച പത്തിരി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്, നല്ല മുരിഞ്ഞ ടെക്സ്ചറിലായിട്ട്. പിന്നെ ആ ചുട്ട റോട്ടി കഴിക്കുമ്പോഴത്തേക്കും മീൻ പൊരിച്ച് തീർന്നു പോയി. പിന്നെ ഒരു മീൻ പൊരിച്ചും കൂടെ വാങ്ങിച്ചു, അത് കേതലാണ് വാങ്ങിച്ചത്. എന്നിട്ട് കുറച്ച് കപ്പപ്പുഴുക്കും വാങ്ങിച്ചിന്. അങ്ങനെ കപ്പപ്പുഴുക്കും ആ ചുട്ട റോട്ടിയും കേതല പൊരിച്ചിയും പിന്നെ മുളകിട്ടിയ മീനും കൂട്ടി പിടിച്ച് ഉഷാറ് കേട്ടാ. പിന്നൊരു വിത്തൗട്ട് ചായയും കുടിച്ചതാണ്. ഇവിടുത്തെ തിരക്കണ്ട, നിഷാദൊക്കെയാണ് ഇന്നത്തെ നമ്മളെ ഫുൾ സ്പോൺസർ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് ചായയെല്ലാം കുടിച്ചിറങ്ങി ഇടവഴിയിൽ ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് നമ്മളെ ചന്ദ്രേട്ടൻ്റെ ചായക്കടേൻ്റെ പാർക്കിങ്ങിലെ വാച്ച്മാനെ കണ്ടത്. മൂപ്പരാണ് അവിടുത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി നിയന്ത്രിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ബ്ലോക്ക് പോലും ഇല്ലാടാ. പിന്നെ നമ്മൾ നേരെ പോയത്, നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവുക ഒരു അറബിക് റെസ്റ്റോറൻറ്റിലേക്കായിരിക്കും എന്നല്ലേ അല്ലേ? എന്നാൽ ഒരിക്കലുമല്ല. ഇത് അറബിക് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, 14 ദിവസം കൊണ്ട് ഏതൊരാൾക്കും പ്രായഭേദമന്യേ 18 വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്കും 5-6 ടൈപ്പ് അൽഫാം, 5-6 ടൈപ്പ് ഷവർമ, മന്തി, ബിരിയാണി, ബ്രോസ്റ്റ്, ഫ്രൈഡ് ചിക്കൻ, പിന്നെ മൊയ്റ്റോ, അവിൽ മിൽക്ക്, ഫലൂദ, പൊറോട്ട അടിക്കാൻ, പിന്നെ ചായ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കും വെറും 14 ദിവസം കൊണ്ട്. അതിൻ്റെ ചാർജ് എത്രയാണെന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇവിടെ നല്ല സുഖമായിട്ട് താമസിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. കുറേ വെറൈറ്റി മസാലയിലുള്ള ഷവർമയും ഷവായും അൽഫാമും മന്തിയെല്ലാം ഇവിടെ ഇങ്ങനെ നിൽക്കാണ്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതായത് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചൺ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ രീതിയിലാണ് ഇവിടുത്തെ ട്രെയിനിങ്ങും അല്ലെങ്കിൽ ഇവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളെല്ലാം. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അകത്ത് തന്നെ അൽഫാമിൻ്റെ കുറേ ബാറ്റെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വലിയ മെഷീൻ ഉണ്ട്, അതായത് സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ ഷവായ മെഷീൻ ഉണ്ട്, കുറേ 5-6 ടൈപ്പ് ഷവർമ മെഷീൻ ഉണ്ട്, കുഴിമന്തീൻ്റെ കുഴിയുണ്ട്, ഇനി കരമന്തി ആക്കണ്ടെങ്കിൽ അതിൻ്റെ അടുപ്പുണ്ട്. അങ്ങനെ എല്ലാ ഐറ്റംസും ഇതിൻ്റെ അകത്തുണ്ട്. ഒരു വലിയ റെസ്റ്റോറൻറ്റിലുള്ളതിനേക്കാളും അത്രയും ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇവിടുന്ന് ഞാൻ അൽഫാം, ഷവർമ, ഷവായ, ബ്രോസ്റ്റ്, ചായ, ജ്യൂസ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടാക്കാൻ പഠിച്ചു. ഒരുപാട് റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ എവിടുന്നും ഒരു ലേഡി ചിക്കൻ ഷവായ എടുത്തിട്ട് കട്ട് ചെയ്യുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഈ ഫുഡ് കോച്ചിങ് സെൻറ്ററിനാണ്. അപ്പോൾ ഇവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി കോയമ്പത്തൂരിൽ നിന്ന് വരുന്നതാണ്. ഒരു അറബിക് ഫുഡ് ജോയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു മോഹമായിട്ട്. അപ്പോൾ ആ ചേച്ചിയാണ് ഈ ഷവായ മൊത്തമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ട്രെയിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ മസാല എല്ലാം ഇട്ട് തന്നത്. ചേച്ചിനെയാണ് ഈ ഷവായ ഉണ്ടാക്കിയതും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഫുഡ് കോച്ചിങ്ങിനായിട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കാൻ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴത്തെ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്തോ കേട്ടോ. ഏകദേശം 26 വർഷത്തോളം പുറത്ത് സൗദിയിൽ ഷെഫായിട്ട് വർക്ക് ചെയ്ത ആളാണ് ഇവിടുത്തെ മാസ്റ്റർ. ഇത് ഇവിടുത്തെ കുഴിമന്തിയാണേ. എന്തെന്നാ മോനെ മണം എന്നറിയാം. ഇതിൻ്റെ അകത്ത് റൈസെല്ലാം ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഉഫ്. അങ്ങനെ മൂപ്പര് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇരുന്ന് വന്നിട്ട് കഴിച്ചു നോക്കും, എന്നിട്ട് അഭിപ്രായം പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനവിടെ ഇരുന്ന്
എല്ലാ അൽഫാമും ഉണ്ട് ഇതിൻ്റെ അകത്ത്. 4 ടൈപ്പ് വെറൈറ്റി 3 വെറൈറ്റി അൽഫാമുണ്ട്. പിന്നെ കുഴിമന്തിയിലുള്ള ചിക്കൻ ഉണ്ട്. പിന്നെ ഒരു ഫുൾ ചിക്കൻ ഷവായും ഉണ്ട്. ഈ മന്തി റൈസും കുറേ ചിക്കനും എല്ലാം ഇങ്ങനെ നിരത്തി വെച്ച കണ്ട ബക്രക്കാണെങ്കിൽ ഞാൻ കൈ കഴുകാനും മറന്നുപോയി അലാക്ക്. പക്ഷേ നമ്മൾ ഉള്ളിൽ നല്ല പരിശുദ്ധമായതുകൊണ്ട് സാരമില്ല അല്ലേ, വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യവും ചിക്കൻ ഷവായൻ്റെ കാലം എടുത്ത് കഴിച്ചു നോക്കിയേ. അതിന് ശേഷം പതുക്കെ മന്തി റൈസ് കഴിച്ചു നോക്കി. നമ്മളെ കണ്ണൂർ ടൗണിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്, ഇനി അറബിക് റെസ്റ്റോറൻ്റ് ആയാലും ശരി, ഇത്രയും ടേസ്റ്റുള്ളൊരു അല്ലെങ്കിൽ ഇത്രയും ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു മന്തി റൈസ് ഞാൻ കഴിച്ചിട്ടില്ലേ. അവരെ ഷെഫിനെ ഇവിടെ വിട്ടിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചോളി. ആകെ 14 ദിവസത്തെ കാര്യമുള്ളൂ. പിന്നെ ആകെ 23,000 ഉള്ളൂ കേട്ടോ ചാർജ്. ചിക്കൻ പിന്നെ കുറച്ച് നേരത്തെ വിളമ്പി വെച്ചുകൊണ്ടാണോ എന്ന് തോന്നുന്നു, കുറച്ചൊന്ന് ഡ്രൈ ആയിപ്പോയി. പക്ഷേ ഫ്ലേവറുള്ള സെറ്റ് തന്നെ. അൽഫാം ആയാലും ചിക്കൻ ഷവായി ആയാലും ഷവർമ ആയാലും ഈ മന്തിയിലുള്ള ചിക്കൻ ആയാലും നല്ല ടേസ്റ്റിനാണ് കേട്ടോ. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മളെ മലപ്പുറം കൊണ്ടോട്ടി മുതുവല്ലൂർ എയർപോർട്ട് റോഡിലുള്ള AR ഫുഡ് കോച്ചിങ് സെൻ്ററാണ്. ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത്. കോയമ്പത്തൂർ ഒരു അറബിക് ഫുഡിൻ്റെ കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അവിടെ ഷവായ, ഷവർമ, മന്തി ഈ ഐറ്റംസാണ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതൊരു 14 ഡേയ്സിൽ എങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു എൻ്റെ കൺഫ്യൂഷൻ. ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചണിൽ എങ്ങനെയാണോ പ്രൊഫഷണലായിട്ട് ട്രെയിനിങ് കിട്ടുന്നത്, അതേപോലെ ഒരു ട്രെയിനിങ്ങും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റേയും ആയിരുന്നു എനിക്കിവിടെ കിട്ടിയത്. ഞാൻ ഒന്നും അറിയാതെ ഈ ഫീൽഡിൽ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ നല്ല ക്ലാസ്സാണ്. റെസിപ്പി ആദ്യം അയച്ചു തരും. പിന്നെ നല്ല മനസ്സിലാവുന്നുണ്ട്. നമ്മൾ നല്ല സ്കിൽ ടച്ചായിട്ട് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. ചെയ്ത് നല്ല നല്ല എക്സ്പേർട്ട് ആവാൻ കഴിയുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് 14 ദിവസം കൊണ്ട് ഫുള്ളായിട്ട് പഠിച്ചെടുക്കാം. ഫുഡിന്റെ മേഖലയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. നമ്മളൊക്കെ അങ്ങനെ ആയിരുന്നു. എല്ലാവരും ഫുഡിന്റെ മേഖലയിൽ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്. ഇവിടെ ശരിക്കും പഠിപ്പിച്ച് നല്ല എക്സ്പേർട്ട് ആക്കിയിട്ടേ വിടുള്ളൂ. നമ്മൾ സാറ് ഇത് പഠിച്ച് കഴിഞ്ഞാൽ ജോലിയാക്കി തരും. പിന്നെ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നെയും വന്നു കണ്ട് നമുക്ക് ആ സംശയം തീർക്കാം. പിന്നെ ക്ലാസ്സിലേക്ക് വേണമെങ്കിൽ മാസ്റ്റർ ചോദിക്കുക എന്തെങ്കിലും ക്ലാസ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും വിഷയം ഏതെങ്കിലും ഇപ്പോൾ ഒരു ഇപ്പോൾ അൽഫ നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അൽഫ ഒന്ന് എക്സ്പേർട്ട് ആക്കണമെങ്കിൽ പിന്നെ അൽഫത്തിന്റെ ക്ലാസ്സിൽ എടുക്കുമ്പോൾ അന്നേരം വന്നു കണ്ട് അതൊന്നും ചെയ്യാം. ഇവിടുന്ന് റെസിപ്പി നമ്മുടെ കയ്യിലോട്ട് റെസിപ്പി നമ്മൾ അയച്ചു തരും. ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പിൽ അയച്ചു തരും റെസിപ്പി നോക്കി ഞങ്ങൾ തന്നെ ചെയ്യാം. പറഞ്ഞുതരല്ല, അവർ റെസിപ്പി അയച്ചു തന്നിട്ട് അതുപോലെ ചെയ്ത് നമ്മൾ സ്കിൽ ചെയ്ത് പഠിക്കാനും ഇവിടെ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഈ കട്ടിംഗ് ഒക്കെ ഷവർമയുടെ കട്ടിംഗ് ഒക്കെ ഇവിടെ നിന്നാണോ പഠിച്ചത്? എല്ലാം ഇവിടെ പഠിച്ചത്. ഇവിടെ പഠിച്ചാണോ? പേരെന്താ? എൻ്റെ പേര് ജയ്സൺ. നിങ്ങൾ ഓൾറെഡി ഒരു റെസ്റ്റോറൻറ്റിൽ മന്തി ഉണ്ടാക്കുന്ന ഒരാളല്ലേ? അതെ അതെ. നിങ്ങൾ എന്തിനാ പിന്നെ ഇവിടെ വന്നേ? ഞാൻ അവിടെ നിന്ന് മന്തി സമയത്ത് നിന്നില്ല. കൃത്യമായിട്ട് ഒരു റെസിപ്പീനെ പറ്റിയില്ല, ഒരു ഐഡിയ എനിക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞാൽ വെക്കുന്ന സമയത്ത് പല രീതിയിലാണ് മന്തി വരുന്നത്. ഇവിടെ നിന്ന് ഇതിൻ്റെ വ്യക്തമായിട്ട് റെസിപ്പിയും അതുപോലെ തന്നെ അത് പ്രിപ്പറേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നില്ല കൃത്യമായിട്ടുള്ള അളവുകളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റി. അതുകൊണ്ട് ഇനി ധൈര്യപൂർവ്വം ഇവിടെ പോയാൽ മന്തി വെക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പം മന്തി വെക്കാനുള്ള ഒരു കോൺഫിഡൻസ് ആയോ? കോൺഫിഡൻസ് ആയി. എല്ലാ സമയത്തും ഒരേപോലത്തെ മന്തി ഒരേപോലത്തെ റെസിപ്പിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും.